ആ ഞാനിടുണ്ട്. പിന്നെ നമ്മളെ ആശിക്കിന്റെ ഐസി വീടിന്റെ മുന്നിലുണ്ട് അങ്ങാടിയിൽ. ആ അതിനെന്താ, ഞാൻ ഇപ്പൊ ഫ്രീയാ, നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് കാണാലോ. ആ പൈസ ബാ. ആകെ ബേജാറിനാ. അല്ല എന്താ സിസ്ക, എന്താ നിങ്ങൾ ആകെ ബേജാറായിട്ട് എന്താ പറയേണ്ടത് തന്നെ? അസ്കർ പോയ പിന്നെ മൻസൂർക്കനെ നാളെ പണിക്കാക്കി. മൻസൂർക്കാണെങ്കിൽ പ്രായമായിട്ടൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഉച്ചയാകുമ്പോൾ തന്നെ കൊണ്ടെൻ്റെ ശമ്പളം എന്ന് പറഞ്ഞു. അസ്കർ പോയത് ഭയങ്കരമായിട്ട് എനിക്കിപ്പം വല്ലാത്ത എൻ്റെ ഷോപ്പിംഗ്. അല്ല സിസ്ക, അതിനിപ്പോ ഞാനെന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഓൻ കുവൈത്തിലാന്ന് ആരോ പറയുന്നിട്ട്. നീയും കുവൈത്തിലേക്കല്ലേ പോകുന്നത്. അസ്കർ ഇല്ലാത്തതുകൊണ്ട് അവിടെ കച്ചവടമില്ല. കട കച്ചവടം ഉണ്ടായി, ഇപ്പൊ അതും ഇല്ല. ഞാനും കുവൈത്തിലേക്ക് തന്നെ പോന്ന്. നോക്കട്ടെ, എന്റെ അടുത്തല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് നോക്കാപ്പ. അഥവാ നീ കണ്ടാലും ഓനോടൊന്നെങ്കിൽ വേഗം വരാൻ പറ. ഓനിക്ക് ഞാൻ കച്ചവടം വിട്ടുകൊടുക്കാം. അല്ലെങ്കിൽ ഓനന്ന് ഷട്ടറാത്ത പോലെ ഞാൻ താക്കേണ്ടി വരും. അത്രയും പരിതാപകരം എന്റെ കാര്യം. ആ സിസ്ക, നിങ്ങൾ ബേജാറായില്ല. ഞാനിതായാലും പോയിട്ട് കണ്ടു നോക്കട്ടെ. കണ്ടിട്ട് ഞാൻ കാര്യം പറഞ്ഞു നോക്കാം. ആ അതെ അതെ അതെ, ആ അത് കുഴപ്പമില്ല. അത് നാളെ ഓഫീസിൽ എത്തിയിട്ട് സംസാരിക്കും. ഓക്കെ, ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങാം. ഇക്ക ഒരു ചായ. എന്താ ജ്യൂസ് കടന്റെ കാര്യം? ആ നിങ്ങൾ അറിഞ്ഞില്ല? ഇല്ല, ഞാൻ ഒഴിവാക്കിയില്ലേ. എന്താ അത് വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല. ഇതാ ചായ. കടി എന്താ ഉള്ളേ? എടാ അസ്കറെ, പടച്ചവനെ ഈ വീട് എത്തിയ എന്തൊരു കഷ്ടാണ്. നാട്ടിലും രക്ഷയില്ല, കുവൈത്തിലും രക്ഷയില്ല. നിന്നെ ഏടെല്ലാം അന്വേഷിച്ച് നിന്നെ കാണാൻ വേണ്ടിട്ട് കുവൈത്തിലൊരു സ്ഥലം ബാക്കിയില്ലല്ലോ നിന്നെ നോക്കിയിട്ട്. അസ്കറെ, നീ എന്തോ പറഞ്ഞ നമ്മൾ അസീസ് ഖാന്റെ ചായക്കട നീ അന്ന് ഷട്ടർ എത്തിയിട്ടില്ലേ, അതേപോലെ അയാള് താത്തിട്ടാണ്. ഞാൻ അങ്ങനെ വരുമ്പോ എങ്ങനെയെങ്കിലും നിന്നെ നാട്ടിലേക്ക് അയക്കണം എന്നാ പറഞ്ഞു. ഞാനാ നാട്ടിലേക്ക് ഇല്ല അന്നേ തീരുമാനിച്ചോ. ഇല്ലാത്ത പൈസ എല്ലാം കൊടുത്തിട്ട് വിസയും പൈസയും കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. എന്നെ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ ജീവിച്ചോളൂ. ഇനിയിപ്പോ അസീസ്ക്ക് നിന്നെ ഹോട്ടലിൽ ഏൽപ്പിക്കാനാ പറഞ്ഞു. ഓന്റെ ഏലിനോ കച്ചവടം ചെയ്തോട്ട്, ഓന് കടവോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെന്നല്ല പറയും. ഇല്ല ഞങ്ങൾ ഞങ്ങത്തെ ഒരു പരിപാടിക്കല്ലേ. ഈ ഒരു കാര്യം കുടിച്ച ചായന്റെ പൈസ കൊടുത്തിട്ട് വേ സ്ഥലം കാലിയൊക്കെ നോക്കിയാ സമയം കുറെ പോവാ. ചായന്റെ പൈസ ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. അപ്പൊ പിന്നെ 2 ചായന്റെ എന്റെ പറ്റിലിരിക്കും. പറ്റാ എന്ത് പറ്റ്? 1.5 മണിക്കൂർ അയാൾ ഇരുന്നിട്ട് 2 ചായ കുടിച്ചിട്ട് പറ്റ. ഇതെന്താ നിങ്ങൾ പോയാളെ ഏട്ടനാ? അത് അങ്ങനെ പറഞ്ഞ ഓന്റെ അടങ്ങാറുണ്ടോ? നാട്ടിലെ ചായക്കട കൂട്ടിട്ട് ഇവിടെ വന്നപ്പോ അതിന്റെ ബാക്കിയല്ലേ കുലുമാലാക്കല്ലേ പൈസ. അത് ശരി, കീസയിൽ പൈസ വെച്ചിട്ടോ ഇജാതി വർത്താനം പറഞ്ഞല്ലോ. അപ്പൊ എല്ലാം ഏടുന്ന് പേരുന്ന് പഠിച്ചവനെ. പൈസ ഇട്ടില്ലേ? ഇതെന്തൊരു കുതിരത്താന്ന് പഠിച്ചാൻ പറയാ. ഞാൻ പോകുന്നിടത്തല്ല ഇജാതി കുരുത്തിങ്ങളല്ലേ വരുന്നു.